കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടിത്തറയൊരുക്കുവാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ പ്രമുഖ മുന്നണികളെല്ലാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. 941 ഗ്രാമപഞ്ചായത്തുകളിലും 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കരട് വോട്ടർ പട്ടികയിൽ 1034 തദ്ദേശ സ്ഥാപനങ്ങളുടെ 20,998 വാർഡുകളിലായി 2,66,78,256 വോട്ടർമാരാണുള്ളത്. അതിൽ 1,26,32,186 പുരുഷന്മാരും 1,40,45,837 സ്ത്രീകളും 233 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെയുള്ള വോട്ടർമാരാണുള്ളത്. 2024 സമ്മറി റിവിഷൻ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്കും ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 2020 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക 2023 ഒക്ടോബറിലും 2024 ജൂലൈയിലും സമ്മറി റിവിഷൻ നടത്തിയിരുന്നു. 2024 ജൂലൈയിൽ പുതുക്കിയ കരട് വോട്ടർ പട്ടികയിൽ 2,68,57,023 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2,68,907 പേരെ പുതുതായി ചേർക്കുകയും അനർഹരായ 4,52,951 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും കമ്മീഷൻ്റെ സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഓഗസ്റ്റ് 7 വരെ പേര് ചേർക്കാൻ അവസരമുണ്ടാകുന്നതാണ്. 2025 ജനുവരി 1-നോ അതിനു മുമ്പോ 18 വയസ്സായവർക്ക് പേര് ചേർക്കാം. പേരു ചേർക്കാനും അപേക്ഷ ഉൾക്കുറിപ്പ് തിരുത്താനും സ്ഥാനമാറ്റം വരുത്താനും കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ അപേക്ഷകനും വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് തപാലിലൂടെയോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കുകയും വേണം. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ക്ഷമതാ പരിശോധന പൂർത്തിയാക്കുന്നതിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം കമ്മീഷണർ അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ വർഷം പൊതുതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി 2027 സെപ്റ്റംബർ 10-ന് മാത്രമേ അവസാനിക്കുകയുള്ളൂ. K5 ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.